നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ ഔദ്യോഗിക രംഗത്ത് കൂടുതൽ ശ്രദ്ധയും അധ്വാനവും വേണ്ടിവരുമെങ്കിലും കാര്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കും. ഉച്ചയ്ക്ക് ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ പുരോഗതിയും പുതിയ വരുമാന സാധ്യതകളും തെളിയും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. രാവിലത്തെ സമയങ്ങളിൽ ക്ഷമയോടെയുള്ള സമീപനം പാലിക്കുക. ഉച്ച കഴിയുന്നതോടെ തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങളും സ്ഥാനമാനങ്ങളും തേടിയെത്തും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിപുലീകരണത്തിനായുള്ള വ്യക്തമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പകലിന്റെ ആദ്യഘട്ടത്തിൽ ജോലികളിൽ ക്ഷമയോടെ മുന്നോട്ടു പോകുന്നത് തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. അനാവശ്യ ദൂരയാത്രകൾ പുനഃക്രമീകരിക്കുക. ചിട്ടയായ ആസൂത്രണം പ്രവർത്തനങ്ങളിൽ കാര്യവിജയം നൽകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. തുടക്കത്തിൽ ദാമ്പത്യ ജീവിതത്തിലും പങ്കാളിത്ത സംരംഭങ്ങളിലും മികച്ച നേട്ടങ്ങളും സഹകരണവും ലഭിക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളിലും പ്രധാന തീരുമാനങ്ങളിലും കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് ഉചിതമായിരിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. രാവിലത്തെ തൊഴിൽപരമായ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം അതിജീവിച്ച് വിജയം കൈവരിക്കും. ആരോഗ്യനില തൃപ്തികരമായി തുടരും. ഉച്ച കഴിയുന്നതോടെ പുതിയ സൗഹൃദങ്ങളും പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്ന് കൂടുതൽ ലാഭവും പ്രതീക്ഷിക്കാം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ദിവസത്തിന്റെ തുടക്കത്തിൽ അനാവശ്യ ആശങ്കകൾ ഒഴിവാക്കി കാര്യങ്ങളെ വിവേകത്തോടെ നേരിടുക. ഉച്ചയ്ക്ക് ശേഷം ജോലിസ്ഥലത്ത് മികച്ച മുന്നേറ്റം കൈവരിക്കാനും ഉത്തരവാദിത്തങ്ങൾ കാര്യക്ഷമമായി ചെയ്തു തീർക്കുവാനും സാധിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. രാവിലത്തെ സമയങ്ങളിൽ ഗാർഹിക കാര്യങ്ങൾക്കും കുടുംബപരമായ ആവശ്യങ്ങൾക്കും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. ഉച്ചയ്ക്ക് ശേഷം പുതിയ ആശയങ്ങൾ വിജയകരമായി നടപ്പിലാക്കാനും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ആദ്യ പകുതിയിൽ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തോടെ ചെയ്തു തീർക്കാനും സഹോദരങ്ങളിൽ നിന്ന് പിന്തുണ നേടാനും സാധിക്കും. ഉച്ച കഴിയുന്നതോടെ വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കൂടുതൽ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമായി വരും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. രാവിലത്തെ സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങളും ധനവരവും അനുഭവപ്പെടും. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ പദ്ധതികൾക്ക് വേഗത കൂടുകയും ചെയ്യും. ഹ്രസ്വദൂര യാത്രകൾ വലിയ പ്രയോജനം ചെയ്യും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പകലിന്റെ തുടക്കത്തിൽ വലിയ ഊർജ്ജസ്വലതയോടെ ജോലികളിൽ ഏർപ്പെടാനും പ്രധാന തീരുമാനങ്ങൾ നടപ്പിലാക്കാനും സാധിക്കും. ഉച്ചയ്ക്ക് ശേഷം ധനവരവ് മെച്ചപ്പെടുകയും മുൻപ് ലഭിക്കാതിരുന്ന കുടിശ്ശിക തുകകൾ തിരികെ ലഭിക്കുകയും ചെയ്യും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ദിവസത്തിന്റെ ആദ്യ ഘട്ടത്തിൽ അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയുള്ളതിനാൽ പണമിടപാടുകളിൽ നിയന്ത്രണം പാലിക്കുക. എന്നാൽ ഉച്ച കഴിയുന്നതോടെ മനസ്സിന് വലിയ ഉന്മേഷവും ആശ്വാസവും അനുഭവപ്പെടുകയും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. രാവിലത്തെ സമയങ്ങളിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും മികച്ച സാമ്പത്തിക ലാഭവും സുഹൃത്തുക്കളുടെ പിന്തുണയും ലഭിക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ ചെലവുകൾ നിയന്ത്രിക്കാൻ ആസൂത്രണത്തോടെ പണം വിനിയോഗിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.